അമ്മേ അമ്മേ എന്തോന്നാ അമ്മേ എന്തോ നാടി പറ. അമ്മേ എനിക്ക് UK-ൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ എനിക്ക് പോയേ പറ്റൂ. ഓ അപ്പൊ നിന്റെ കൊച്ചിനെയും കൊണ്ട് ഇവിടുന്ന് പോയി തരുമോ നീ? അത് പിന്നെ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല അമ്മേ. ആഹാ അപ്പൊ നീ എന്താ കണ്ടിരിക്കുന്നേ? ചേച്ചിയും മക്കളും നെക്സ്റ്റ് വീക്ക് പോകുന്നു പറഞ്ഞു. അതിന് മോളെ ഞാൻ എന്ത് ചെയ്യാ? എന്റെ വീട്ടിലാക്കാൻ പറ്റില്ല. അമ്മ എന്നെ അങ്ങോട്ട് വിടാറില്ലല്ലോ. ഞാനെന്നാ ആരുടെ ഏൽപ്പിക്കട്ടെ? അപ്പൊ എന്താടി ഞാൻ നോക്കിക്കോളാം അവളെ. അതല്ല അമ്മേ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകും. ഞാൻ നോക്കിക്കോളാന്ന്. അമ്മ ഇങ്ങനെ ഇവിടുത്തെ ജോലിയും ഒക്കെ കൂടെ. കുഴപ്പമില്ല, തറവാട്ടിൽ പോയി നിക്കാം. അല്ലാന്ന് എന്ത് ചെയ്യാൻ? ഇവിടെ ആവുമ്പോ അമ്മ ഉണ്ടാവുമല്ലോ. അമ്മേ അമ്മ തന്നെയാണ് ഇതൊക്കെ പറയുന്നേ? ഓ ഞാൻ തന്നെയാ. താങ്ക് യു അമ്മേ. അവളെ പൊന്നു പോലെ നോക്കണേ. ഞാൻ എന്ത് വിശ്വസിച്ചാ അമ്മയുടെ അടുത്ത് എന്റെ മോളെ ആക്കി പോവുക? അമ്മ പണ്ട് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ എന്റെ കുഞ്ഞിനോട് ചെയ്യോ? ഞാൻ എന്തൊരു പോം വഴി ഇതിന് കാണാ. എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകും? അമ്മേ എന്റെ കുഞ്ഞിനെ ഞാൻ വരുമ്പോ അതുപോലെ തന്നെ കാണണം. അവക്കൊന്നും പറ്റരുത്. ഓ ഇല്ല ഇല്ല, എനിക്ക് നീ മാസം ശമ്പളം അയച്ചു തരാം നിന്റെ കുഞ്ഞിനെ നോക്കുന്നതിന്. ഒരു മാസം ഒരു 20,000 അങ്ങ് അയച്ചു തന്നേക്കണം. എന്നാ പിന്നെ എനിക്ക് വേറൊരാളെ വെച്ചാൽ മതിയല്ലോ. അമ്മയെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാ നീ അതങ്ങ് ചെയ്യടി. നീ ഇനി എന്റെ കാൽവില്ല വേണ്ട. നീ വേറെ ആരെയും വെച്ചോ. നീനിപ്പോ ഇവിടെ ആരെ വെച്ചാലും അവൾ ഇവിടെ സന്തോഷത്തോടെ കഴിയാൻ പോകുന്നില്ല. മനസ്സിലായോടി? വല്ലാത്തൊരു കഷ്ടമാണല്ലേ ദൈവമേ ഇത്. മോളെ അമ്മ പോവാട്ടോ. അമ്മ പറഞ്ഞേക്കാൻ എനിക്കൊരു ആഗ്രഹമില്ല. അമ്മയില്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക? പക്ഷേ അമ്മ പോയാലല്ലേ അമ്മയുടെ ഡ്രീംസ് ഒക്കെ അമ്മയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാളൂട്ടി കാരണം അമ്മയുടെ ഡ്രീംസ് ഒന്നും നടക്കാതെ പോകാൻ പാടില്ല. മാളൂട്ടി ഇപ്പൊ ഒന്നും പറയാത്തത് നല്ലത്. അമ്മ പോയിക്കോ. മാളൂട്ടിക്ക് ഒരു സങ്കടവും ഇല്ല. മോളെ ഏട്ടത്തി അമ്മ കുഞ്ഞുസ മോളെ പോവട്ടോ. എന്നാ നീ ഇനി വരിക? അവളെ ഇനി വന്നില്ലെങ്കിലും നിനക്കെന്താടി? ചേച്ചി ഞാൻ പോവാ. ടാക്സി വെയിറ്റ് ചെയ്യാ. ഏട്ടനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ പോയി. പോയിക്കോ, പക്ഷെ നീ പോകുന്നത് UK-ലേക്കല്ല. നീ എയർപോർട്ടിലെത്താൻ പോകുന്നില്ല. നോക്കിക്കൂടി. പിന്നെ എനിക്കതല്ലേ ഇവിടെ പണി. ഒന്ന് പോകച്ചേ അവിടുന്ന്. ഞങ്ങളൊക്കെ ഇല്ലേ മാളൂട്ടി നിനക്ക്? നിങ്ങൾ പോകുന്നല്ലേ പറഞ്ഞേ അടുത്ത ആഴ്ച. അപ്പൊ മാളൂട്ടിക്ക് പിന്നെ ആരാ ഉണ്ടാവുക? മോളെ നോക്കാൻ ഞങ്ങള് ആളേൽപ്പിച്ചിട്ട് പോവുള്ളൂ. പേടിക്കണ്ട കേട്ടോ. അമ്മയുടെ അടുത്ത് നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റക്കാക്കി ഇവിടുന്ന് പോകത്തില്ല. എന്റെ മോളെ ഞാൻ എങ്ങനെയാ അമ്മയുടെ അടുത്ത് ഒറ്റക്കാക്കുക? എന്റെ അമ്മ എന്താ അതിനെ കുറിച്ച് ചിന്തിക്കാഞ്ഞേ? അമ്മ എന്തിനാ എന്നെ ഇവിടെ ഇട്ടോട്ട് പോയത്? അമ്മയോട് ഒന്നും പറയാതിരിക്കാൻ കാരണം ഞാൻ കാരണം അമ്മയുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാ. എന്തിനാ അമ്മ എന്നെ ഇവിടെ ഇട്ട് പോയത്? അമ്മക്ക് എന്നെയും കൊണ്ടുപോയിക്കൂടായിരുന്നു. അവളുടെ സാഹചര്യം അതല്ലേ, നീ അതൊന്ന് മനസ്സിലാക്കും മോളെ. എന്റെ ഡാഡി നിന്നെ ഞങ്ങളെ കൂടെ വിടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും കൊണ്ട് ഇവിടുന്ന് പോകത്തുള്ളായിരുന്നു. അതെ മോളെ, എനിക്ക് മനസ്സിലായി. അതെന്താ അമ്മേ അവളിവിടെ മുത്തശ്ശിയുടെ കൂടെ നിന്നോളും? അമ്മയാണ് അത് ഇത്ര സെന്റ് അടിക്കുന്നേ? അവളുടെ മുത്തശ്ശിയുടെ കൂടെ നിന്നോളല്ലോ. മുത്തശ്ശി അവളെ തിന്നതൊന്നുമില്ലല്ലോ. എന്തിനാ വേറെ ആളൊക്കെ വെക്കുന്നേ? നിനക്ക് നിന്റെ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാത്തോണ്ടാ. മുത്തശ്ശി വേണമെങ്കിൽ ഇവർക്ക് വിഷം കൊടുത്ത് കൊല്ലാനും മടിക്കില്ല. മുത്തശ്ശി അങ്ങനത്തെ ആളൊന്നുമല്ല. നീ അങ്ങനെയൊന്നും പറയണ്ട. ദൈവം ബുദ്ധിക്ക് വളരെ മണ്ണ് കൊടുത്ത ഞാൻ എന്ത് ചെയ്യാനാ? മാളൂട്ടി എന്റെ കയ്യിലാ. അവൾക്ക് ഇനി എന്താ സംഭവിക്കാന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്റെ മകളും പേരക്കുട്ടികളും കൂടി ഇവിടുന്ന് പോകട്ടെ. കാണിച്ചു കൊടുക്കാൻ ഞമ്മക്ക് ഞാൻ ആരാന്ന്. ഒരായ വന്നാലും അവളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ അവളെ ശരിക്കും എന്താ നരക ജീവിതം ഞാൻ പഠിപ്പിക്കും. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. കാര്യം ഉറപ്പാ. എന്റെ മോളും പേരക്കുട്ടികളും ഇവിടുന്ന് പോട്ടെ. എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക്. എന്തൊരു അഹങ്കാരമായിരുന്നു എന്നറിയോ? തൊട്ടത്തിനെ വാ തുറന്നാ പറയത്തുള്ളൂ. എല്ലാം ഞാൻ തീർത്തു കൊടുത്തോളാം. അവൾക്ക് ജോലി കിട്ടി പോയി നന്നായി. പക്ഷേ നീ ജോലി കിട്ടി UK-ലെത്തില്ല മോളെ. അതിനു മുമ്പ് എന്തായാലും മകളുടെയും അമ്മയുടെയും അഹങ്കാരം തീർന്നു കിട്ടണം ഇന്നത്തോടെ തന്നെ. ഇനിയിപ്പോൾ അവൾക്ക് ജോലിയായ ഭയങ്കര അഹങ്കാരമായിരിക്കും. ആ ജോലി അവൾക്ക് കിട്ടാൻ പാടില്ല. പക്ഷെ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരാനും പാടില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ അമ്മ? ഏതായാലും ഇപ്പൊ താമര പോയില്ലേ, ഇനിയിപ്പോ ഞാനും പോവും. നമുക്കൊരാൾ അപ്പോയിന്റ് ചെയ്യണ്ടേ സെർവൻ്റ് ആയിട്ട്, അമ്മയ്ക്കൊരു കൈസഹായത്തിന്, പിന്നെ മാളൂട്ടെ നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ തറവാട്ടിൽ പോകണം തീരുമാനം മാറ്റി വെച്ചേക്ക്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം.
ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ സെർവൻറ്റ് നിങ്ങളെ കൂടെ ഉണ്ടാവും. കാരണം മാളൂട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പാരൻറ്റിങ് 6 മാസത്തേക്ക് ആ സെർവൻറ്റിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കോൺട്രാക്റ്റില് താമരയും ആ സെർവന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. ഇത് വലിയ ശല്യായല്ലോ. എത്ര പ്രായം വരും ആ സെർവന്റിന്? അതൊക്കെ അമ്മ വരുമ്പോ കണ്ടോളൂ. അതിനെ കുറിച്ചൊന്നും കൂടുതൽ ഇപ്പൊ തന്നെ പറയുന്നില്ല. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനെത്തിയും മാളൂട്ടിയെ നോക്കിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ നോക്കിക്കാളല്ലോ മാളൂട്ടിനെ. എന്താ പ്രശ്നം? നിങ്ങളെല്ലാരും എന്താ എന്നെ ഒരു കൊലപാതകയെ പോലെ നോക്കുന്നേ? ഞാനതിനെ കൊല്ലാനൊന്നും ശ്രമിക്കത്തൊന്നുമില്ല. ആ സർവന്റിന് കൊടുക്കുന്ന പൈസ എനിക്ക് തന്നേക്കേ. വേണ്ടമ്മേ, അമ്മയുടെ അടുത്ത് എങ്ങനെ അവളെ ഏൽപ്പിച്ചിട്ട് പോവാ? അമ്മ ചെയ്തതൊന്നും ആരും മറന്നിട്ടില്ല. ഞാനെന്താ ചെയ്തു? അതിപ്പോ ഞാനായിട്ട് അമ്മയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ആ തെറ്റെന്ന്. പിന്നെ എന്താന്ന് വെച്ചാൽ അമ്മേ, ഇനിയിപ്പോൾ ഒരാഴ്ചയല്ലേ ഉള്ളൂ യുകെയിലോട്ട് തിരിച്ചു പോകാനായിട്ട്. അപ്പോൾ ഏട്ടൻ്റെ അമ്മ അങ്ങോട്ട് ചെല്ലാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാളെ തന്നെ പോവാ. അതുകൊണ്ട് സെർവൻറ്റിനെ നാളെ തന്നെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ? അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടോ. ആരാപ്പോ സെർവൻറ്റ്? ഇവർ ഇത്രയ്ക്ക് കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ അവൾ ആരാ ഇപ്പോൾ? ഒരു സെർവൻ്റ് അല്ലേ, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. ഇത്ര വലിയ കാര്യത്തിൽ ആരാപ്പോ വരുന്നത് നാളെ?